ഇത് കേരളത്തിന്റെ സ്വന്തം അക്ഷരനഗരി കോട്ടയം. വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. കേരളത്തിൽ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം ആകെ 161 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഉള്ളത്. മധ്യ തിരുവിതാംകൂറിലെ ഏക ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് RIT. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ ബഹുമാനാർത്ഥം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഈ കോളേജ് 1991 സ്ഥാപിതമായി. കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയായി NH-220 KK റോഡിൽ പാമ്പാടിക്കടുത്ത് നെടുങ്കുഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജ് ക്യാമ്പസ് 67 ഏക്കർ റബ്ബർ പ്ലാന്റേഷനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. തികച്ചും പ്രകൃതി രമണീയവും പച്ചപ്പ് നിറഞ്ഞതുമായ ചുറ്റുപാടുകളും പ്രത്യേക ദൃശ്യ സൗന്ദര്യത്തിൽ പണിതുയർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളും ഈ ക്യാമ്പസിനെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു. സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരമോന്നത കേന്ദ്രമായിരിക്കുക എന്നതാണ് ഈ കോളേജിന്റെ വീക്ഷണം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമൂഹ നന്മയ്ക്കായി മത്സരക്ഷമതയും അർപ്പണബോധവും ഗവേഷണാധിഷ്ഠിത മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ദൗത്യം. കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന ടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന RIT NJ യൂണിവേഴ്സിറ്റിയിൽ AICTE അഫിലിയേഷൻ നേടിയിട്ടുള്ളതാണ്. ഗവൺമെന്റിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായി 2015 അഡ്മിഷൻ മുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. കോളേജിന്റെ ഹൃദയഭാഗമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് പ്രിൻസിപ്പൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 30 വർഷത്തെ അധ്യാപക പാരമ്പര്യമുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ റുബി എബ്രഹാം ഈ കോളേജിന്റെ സാരഥി എന്ന നിലയിൽ മികവുറ്റു നിൽക്കുന്നു. ഈ കോളേജിൽ 200-ൽ പരം ജീവനക്കാർ വർക്ക് ചെയ്യുന്നു. പ്രൊഫസർ ഗീതാ രഞ്ജിൻ PR ആണ് UG ഡീൻ. ഡോക്ടർ MS ജയമോഹനാണ് PG ഡീൻ. കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ഉൾപ്പെടെ ആകെ 6 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളും മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും നടത്തിവരുന്നു. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ആകെ 6 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും നടത്തിവരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് HOD ഡോക്ടർ G വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹീറ്റ് എഞ്ചിൻസ് ലാബ്, ഹീറ്റ് ട്രാൻസ്ഫർ ലാബ്, CAD ഓർ CAM ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്, ഹൈഡ്രോളിക്സ് ലാബ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, മെഷർമെൻറ്റ്സ് ലാബ് തുടങ്ങിയ ലാബ് ഫെസിലിറ്റീസും, മെഷീൻ ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, ഫൗണ്ടറി സെക്ഷൻ, ഷീറ്റ് മെറ്റൽ സെക്ഷൻ, കാർപ്പൻട്രി സെക്ഷൻ, ഫിറ്റിംഗ് സെക്ഷൻ, സ്മിത്തി സെക്ഷൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന വർക്ക്ഷോപ്പും നടന്നു വരുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. പ്രൊഫസർ മേരി ജോർജ് നേതൃത്വം വഹിക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ബേസിക് ഇലക്ട്രിക്കൽ ലാബ്,
ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ് 1, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ലാബ്, ഡിജിറ്റൽ ലാബ്, സിസ്റ്റംസ് ലാബ്, കൺട്രോൾ ആൻഡ് പവർ ഇലക്ട്രോണിക്സ് ലാബ്, ഇലക്ട്രിക് മെഷീൻസ് ലാബ് 2, മൈക്രോ പ്രോസസർ ലാബ്, അഡ്വാൻസ്ഡ് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ലാബ് തുടങ്ങിയ 12 വിവിധ ലാബുകൾ പ്രവർത്തിക്കുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഡോക്ടർ ലീന മേരി സാരഥിയായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 8 ലാബുകൾ പ്രവർത്തിച്ചു വരുന്നു. സർക്യൂട്ട്സ് ലാബ്, ഡിജിറ്റൽ ലാബ്, സിസ്റ്റംസ് ലാബ്, മൈക്രോവേവ് ലാബ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, അഡ്വാൻസ്ഡ് പ്രൊജക്ട് ലാബ്, സിഗ്നൽ പ്രോസസ്സിംഗ് ലാബ്, കമ്പ്യൂട്ടർ ലാബ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. 1999 നിലവിൽ വന്ന ഈ ബ്രാഞ്ചിനു വേണ്ടിയുള്ള ബിൽഡിംഗ് 2015 നിലവിൽ വന്നിട്ടുണ്ട്. പ്രൊഫസർ റീന മുരളി നേതൃത്വം വഹിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ സോഫ്റ്റ്വെയർ ലാബ് 1, സോഫ്റ്റ്വെയർ ലാബ് 2, സോഫ്റ്റ്വെയർ ലാബ് 3, ഹാർഡ്വെയർ ആൻഡ് മൈക്രോ പ്രോസസർ ലാബ് എന്നീ ലാബ് ഫെസിലിറ്റീസ് പ്രവർത്തിക്കുന്നു. MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഡോക്ടർ സതീഷ് കുമാർ നേതൃത്വം വഹിക്കുന്ന MCA ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്. RIT നിലവിൽ വന്ന കാലം മുതലുള്ള സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ HOD ഡോക്ടർ ബിനോ ഐ കോശിയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, സർവേ ലാബ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബ് തുടങ്ങിയ ലാബ് ഫെസിലിറ്റീസ് നടന്നുവരുന്നു. ആർക്കിടെക്ചർ. 2011 നിലവിൽ വന്ന ഈ കോഴ്സ് ഡോക്ടർ ബിനിമോൾ ടോമിൻ്റെ നേതൃത്വത്തിൽ സിവിൽ ബ്ലോക്കിൽ നടന്നുവരുന്നു. അപ്ലൈഡ് സയൻസ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളും സിവിൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത്. പ്രൊഫസർ റമീല ബീവിയാണ് HOD സ്ഥാനം അലങ്കരിക്കുന്നത്. സെൻട്രൽ ലൈബ്രറി. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും അവരുടെ അറിവും വായനാശീലവും പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയും സ്ഥാപിതമായ RIT സെൻട്രൽ ലൈബ്രറി നക്ഷത്രാകൃതിയിലുള്ള ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറിയിൽ ഏകദേശം 30,000 പുസ്തകങ്ങളും 26 സബ്സ്ക്രൈബ്ഡ് ജേർണൽസും ലഭ്യമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഡോക്ടർ ജോർജ് ജോസഫ് നേതൃത്വം വഹിക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ജിംനേഷ്യം പ്രവർത്തിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ലഭ്യമാണ്. കോളേജ് ബസ് സർവീസസ്. പാല, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി എന്നീ സ്ഥലങ്ങളിലേക്ക് ബസ് സൗകര്യം ലഭ്യമാണ്. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രാ സൗകര്യത്തിനു വേണ്ടി 8 കോളേജ് ബസ്സുകൾ ദിവസേന പ്രവർത്തിക്കുന്നു. ഹോസ്റ്റൽസ്. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യത്തിനായി കോളേജിൻ്റെ കീഴിൽ 2 ലേഡീസ് ഹോസ്റ്റലുകളും 1 മെൻസ് ഹോസ്റ്റലും 1 PG ഹോസ്റ്റലും പ്രവർത്തിച്ചു വരുന്നു. ലേഡീസ് ഹോസ്റ്റലിൽ 300 പേരും മെൻസ് ഹോസ്റ്റലിലും PG ഹോസ്റ്റലിലും കൂടി ഏകദേശം 150ഓളം വിദ്യാർത്ഥികളും താമസിച്ചു വരുന്നു.
ക്യാൻറ്റീൻ ആൻഡ് കഫറ്റീരിയ. കോളേജിലെ സ്റ്റാഫിനും വിദ്യാർത്ഥികൾക്കും വേണ്ടി സ്ഥാപിതമായ ക്യാൻറ്റീൻ ഒരേ സമയം 300 പേർക്കും കാഫറ്റീരിയ ഒരേ സമയം 50 പേർക്കും പ്രയോജനപ്രദമാണ്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KP ഇന്ദിരാദേവിയുടെ പരിശ്രമ ഫലമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ATM കൗണ്ടർ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു. ക്രിപ്റ്റോഗ്രാഫിക് സെന്റർ. വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് PTAയുടെ നേതൃത്വത്തിൽ ലൈബ്രറിയുടെ പിൻഭാഗത്തായി ഫോട്ടോസ്റ്റാറ്റ് സെന്റർ പ്രവർത്തിക്കുന്നു. കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തിവരുന്നു. വിദ്യാർത്ഥികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇന്റർവ്യൂ സ്കിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നീ കഴിവുകൾ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ക്ലാസുകൾ ഈ സെല്ലിൻ്റെ കീഴിൽ നടന്നു വരുന്നു. ഇൻഫോസിസ്, വിപ്രോ, ആക്സിഞ്ചർ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, UST ഗ്ലോബൽ, സൺടെക് തുടങ്ങിയ മുൻനിര കമ്പനികൾ എല്ലാ വർഷവും കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തു വരുന്നു. നാഷണൽ സർവീസ് സ്കീം വ്യക്തിത്വ വികസനം സാമൂഹിക സേവനത്തിലൂടെ എന്ന ലക്ഷ്യത്തോടെ 1997 നിലവിൽ വന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു യൂണിറ്റ് RITയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പ്രൊഫസർ ജോയ് വർഗീസ് ആണ് NSSന് നേതൃത്വം നൽകുന്നത്. RITയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ ആയ RIT അലൂമിനി അസോസിയേഷൻ 2004 നിലവിൽ വന്നു. ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ തരം എൻഡോവ്മെൻറ്റുകൾ നടത്തിവരുന്നു. കൂടാതെ ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, IIIL, ഭൂമിത്ര സേന ക്ലബ്, ആസ്ട്രോണമി ക്ലബ്, EDC ക്ലബ് തുടങ്ങിയ ക്ലബ്ബുകളും ശാബ്ദിക എന്ന സാഹിത്യ കൂട്ടായ്മയും RITയിൽ നിലവിലുണ്ട്. PTA പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ശ്രീ T ശശികുമാർ പ്രസിഡന്റും ആയിട്ടുള്ള PTA കോളേജിന്റെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നു. അച്ചീവ്മെൻറ്റ്സ്. 2008-2012 ട്രിപ്പിൾ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്ന റേച്ചൽ കുര്യൻ മോഡയിൽ ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 320 റാങ്ക് കരസ്ഥമാക്കി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. 2012-2014 MTech ബാച്ചിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 1, 2, 3 റാങ്കുകളും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ 1, 2 റാങ്കുകളും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ 1, 2, 3 റാങ്കുകളും, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം 1, 2, 3 റാങ്കുകളും കരസ്ഥമാക്കി. 6 ലക്ഷത്തിലധികം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ 5000-ൽ താഴെ റാങ്ക് കിട്ടുന്ന കുട്ടികളാണ് ഇവിടെ അഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്നത്. അച്ഛനമ്മമാരുടെ കൈപിടിച്ച് വളരെയേറെ പ്രതീക്ഷകളോടെ കോളേജ് ക്യാമ്പസിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികൾ 4 വർഷങ്ങൾക്ക് ശേഷം സ്വയം പര്യാപ്തതയിലെത്തുകയും കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുവാനും സ്വന്തം കടമകൾ നിർവഹിക്കുവാനും പ്രാപ്തരായി കോളേജിൽ നിന്നും പടിയിറങ്ങുന്നു. RIT 1991 ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്ന് ആരംഭിച്ച് മികവിന്റെ പടവുകൾ കയറി ഇന്ന് 25-ാം വർഷത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉന്നത ശ്രേണിയിൽ എത്തി നിൽക്കുന്നു. അക്ഷരനഗരിയിൽ സാങ്കേതിക വിദ്യയുടെ തിലകക്കുറി ചാർത്തിയ ഈ കലാലയം നിറഞ്ഞ അഭിമാനത്തോടെയും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഈ സുദിനത്തിൽ ഉദ്ഘാടന ചടങ്ങിലേക്കും 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷ പരിപാടികളിലേക്കും നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു.